നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചാർട്ട് മെത്തേഡിന്റെ പ്രോബ്ലം ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഈ ചാനലിൽ +2ന്റെ പോർഷൻസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന +2 കുട്ടികളുണ്ടെങ്കിൽ, മാത്സിന്റെ കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ചാനൽ എത്തിക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ആ ഒരു റിക്വസ്റ്റോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്തുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് 2z + p² + qy + 2y² = 0. ചാർപ്പിറ്റ്സ് മെത്തേഡാണ്. ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷനെ കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ കാര്യമേ വരണില്ല, കാരണം പിയും ക്യൂ ഒന്നുമല്ല, ഇവിടെ p² ഒക്കെ കിടക്കുന്നത്. ദെർഫോർ നമ്മളിതിനെ എന്ത് ചെയ്യും? ആദ്യം f = എന്ന് പറഞ്ഞ് എടുത്ത് എഴുതും. അപ്പോൾ f = 2z + p² + qy + 2y². ഓക്കെ, ഇത് ക്യൂ ആണ്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ∂f/∂x-ഉം ∂f/∂y-ഉം ∂f/∂z-ഉം ∂f/∂p ∂f/∂q ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യുവാണേ. ∂f/∂x = എക്സിൻ്റെ ടേം ഒരെണ്ണം പോലും ഇല്ല, സോ 0. ∂f/∂y നോക്കിക്കേ, വൈയുടെ ടേം രണ്ടെണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ ടേമിൽ വൈയുടെ ഡെറിവേറ്റീവ് വരുമ്പോൾ ബാക്കി ക്യൂവും, രണ്ടാമത്തെ ടേമിൽ y² ഡെറിവേറ്റീവ് 2y ആണ്. അപ്പോൾ 2y × 2 എന്ന് പറയുമ്പോൾ 4y. അടുത്ത ∂f/∂z = 2z ഡെറിവേറ്റീവ് 2 ആണ്. അടുത്ത ∂f/∂p ചെയ്യുമ്പോഴേക്കും വിത്ത് റെസ്പെക്ട് ടു പിക്ക് ചെയ്യുമ്പോൾ ആകെ പിയുടെ ഒരേ ഒരു ടേം അല്ലേ ഉള്ളൂ, p² ഡെറിവേറ്റീവ് 2p ആണ്. അടുത്ത ∂f/∂q ചെയ്യുമ്പോഴേക്കും എനിക്ക് ആദ്യത്തെ രണ്ട് ടേമിൽ ക്യൂവിൻ്റെ ടേം ഇല്ല, അതിൻ്റെ അടുത്തില്ല ക്യൂവിൻ്റെ ടേമിൽ ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 × y പ്ലസ് അടുത്ത ടേമിൽ എന്തില്ല? ക്യൂ ഇല്ല. അപ്പോൾ എന്താ? എല്ലാ ഡെറിവേറ്റീവും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ എഴുതുക? സബ്സിഡറി ഇക്വേഷൻ എഴുതും. സബ്സിഡറി ഇക്വേഷൻ എങ്ങനെയാണ്? dx - −∂f/∂p = dy - ∂f/∂q അടുത്തെന്തുവാണ്? ഈ രണ്ട് ടേമിലും ആദ്യത്തേൽ പിയും രണ്ടാമത്തേൽ ക്യൂവും ചേർത്തിട്ട് ഒന്ന് ചെയ്തണം അല്ലേ. അപ്പോൾ -p × ∂f/∂p - q × ∂f/∂q = dp ∂f/∂x plus p × ∂f/∂z = dq ∂f/∂y plus q × ∂f/∂z. ഇനി നമുക്കിതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഒരു മാർക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പിൽ ഇത് എഴുതിക്കുന്നത്. അപ്പോൾ dx ∂f/∂p എന്ന് പറഞ്ഞാൽ 2p ആണ്, ഒരു മൈനസ് സൈനും കൂടെ ഉണ്ട്, സോ ഇത് -2p എന്നാവും. = dy ∂f/∂q എന്ന് പറയുമ്പോൾ y ആണ്, ഈ മൈനസ് സൈനും കൂടി ചേർന്നിട്ട് അത് -y ആവും. dz ∂f/∂p നോക്കിക്കേ, 2p ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ -2p². അടുത്തതുപോലെ ∂f/∂q എന്ന് പറഞ്ഞാൽ y ആണ്, y ഇൻറ്റു -q എന്ന് പറയുമ്പോൾ -qy = dp ∂f/∂x 0 ആണ്. അപ്പോൾ 0 + p × ∂f/∂z = 2. അപ്പോൾ അത് 2p എന്നാണ് വരുന്നത്. ഓക്കെ, = dq ∂f/∂y എന്ന് പറയുന്നത് ∂f/∂y ഇത് കിടപ്പുണ്ട്, q + 4y പ്ലസ് q × ∂f/∂z. ∂f/∂z എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പോൾ അത് 2q. ഇതെന്താവുന്നത്? ശരിക്കും പറഞ്ഞാൽ 4y + 3q എന്നാവണം. നമുക്കിനി ഇതിനകത്ത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കാം. കണ്ടപ്പോൾ തന്നെ അറിയാം, dx -2p dp 2p രണ്ടും കൂടെ കട്ടായി പോകുമ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ എളുപ്പമല്ലേ. സോ അതാണ് ഞാൻ ആദ്യം ചെയ്തത്. dx -2p = dp 2p. പിയും കട്ടായിപ്പോയി. അപ്പോൾ dp = -dx. എനിക്ക് p = എന്നുള്ള ആൻസർ ഇവിടെ കിട്ടുവാണ്. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ p = -x + a. പി കിട്ടിയില്ലേ? ഇതിനെ കൊണ്ട് ഏത് ഇക്വേഷൻ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. അതിൽ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂവും കിട്ടും. അപ്പം തന്നേക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 1 implies 2z + p. പിയുടെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? a - x എന്നാക്കിക്കോട്ടെ. a - x + a നെ a - x ² plus qy plus 2y² = 0. നമുക്ക് q = എന്നാക്കണം അല്ലേ. അപ്പോൾ qy = ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് പോകുമ്പം -2z - 2y² minus of a - x ² or q = -2z - 2y² minus of a - x ² the whole by y. ഓക്കെ,
അതും അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി അപ്പോൾ നമുക്ക് ക്യൂവും കിട്ടി, പിയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെക്കൊണ്ട് നമുക്ക് അടുത്ത ഇത് കഴിയുമ്പോൾ അടുത്ത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? വി നോ ദാറ്റ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഞാനിത് അപ്പുറത്തെ പേജിൽ എഴുതുവാണേ, കാരണം കുറച്ച് ഇത് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് കാണിച്ച് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ എഴുതാൻ നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് എന്താ? എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ക്യൂ എന്ന് പറയുന്നത് നോക്കിക്കേ, മൈനസ് 2z മൈനസ് 2y സ്ക്വയർ മൈനസ് ഓഫ് എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ബൈ വൈ ഇൻറ്റു ഡി വൈ. വേരിയബിൾ സെപ്പറബിൾ എന്നൊരു കാര്യമേ ഉദിക്കുന്നില്ല അല്ലേ, ഇവിടെ ഒരു വൈ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈങ് ബൈ വൈ സ്ക്വയർ, മൾട്ടിപ്ലൈങ് ബൈ 2y സ്ക്വയർ, എങ്കിൽ മാത്രമേ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് സൈഡും നമ്മൾ 2y സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ വേണം. അപ്പോൾ 2y സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഇതെങ്ങനെ വരും? 2y സ്ക്വയർ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2y സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡി എക്സ്. അടുത്ത് നോക്കിക്കോളേ, 2y സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴത്തെ വൈയുമായിട്ട് കട്ടായി പോയിട്ട് ബാക്കി എന്തേ വരുന്നുള്ളൂ? പ്ലസ് 2y ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് മൈനസ് 2z മൈനസ് 2y സ്ക്വയർ മൈനസ് ഓഫ് എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി വൈ. ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ 2yന് അങ്ങ് അകത്തേക്ക് കൊടുക്കുകയാണ്, ബാക്കിയുള്ള ടേം അങ്ങനെ തന്നെ നിന്നോട്ടെ. ദറ്റ് ഈസ് ഈക്വൽ ടു 2y സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡി എക്സ്. ഈ മൈനസ് 2 ഇൻറ്റു 2 4y ഇസഡ്. അടുത്ത് നോക്കിക്കേ, മൈനസ് 2y സ്ക്വയറും പ്ലസ് 2yയും കൂടി ചേർന്ന് മൈനസ് 4y ക്യൂബും. അടുത്ത് മൈനസ് 2a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ അല്ലേ, ഈ മൈനസ് 2y എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്നായി. ഇതിൽ 2y സ്ക്വയർ ഡി സെറ്റും 4 ഈ രണ്ട് ടേം ഒന്നിച്ചെടുക്കുവാണ്. 2y സ്ക്വയർ ഡി സെറ്റ് മൈനസ് 4y ഇസെറ്റിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 4y ഇസെറ്റ് ഇൻറ്റു ഡി വൈ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലായിടത്തും ഒരു ഡി വൈ ഉണ്ടായിരുന്നു, ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ ഡി വൈ ഇടാൻ വിട്ടുപോയി. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നിന്നോട്ടെ. ഈ മൈനസ് മുതൽ ഇവിടെ പ്ലസ് ഒരു മൈനസ് ഇട്ടേക്കാം. അതിൽ എല്ലാത്തിനും ഡി വൈ കോമൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡി വൈയും കൂടെ ചേർത്ത് പുറത്തേക്ക് വരുമ്പോൾ ഈ മൈനസ് 4y ഇസെറ്റ് ഡി വൈ എന്നുള്ളത് പുറത്തേക്ക് വരുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരണേ? പ്ലസ് 4y ഇസെറ്റ് ഡി വൈ ഇസ് ഈക്വൽ ടു 2y സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡി എക്സും. അടുത്ത് നോക്കിക്കേ, ഈ ഇവിടെ ഒരു മൈനസ് 4y ക്യൂബ് ഡി വൈ കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് എഴുതുന്നത്. ഈ മൈനസ് 4y ക്യൂബ് ഡി വൈ. അടുത്ത ടേം എന്ന് പറയുന്നത് മൈനസ് 2y ഇൻറ്റു എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി വൈ. മൈനസ് 2y ഇൻറ്റു എ മൈനസ് എക്സ് സ്ക്വയർ എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി വൈ. ഇനി അപ്പുറത്തെ പേജ് പോയേ പറ്റത്തുള്ളൂ. ഒന്നുകൂടി ഇതിനൊന്ന് എടുത്തെഴുതാം, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. 2y സ്ക്വയർ ഡി സെറ്റ് 2y സ്ക്വയർ ഡി സെറ്റ് പ്ലസ് 4y ഇസെറ്റ് ഡി വൈ ഇസ് ഈക്വൽ ടു 2y സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡി എക്സും. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ അടുത്ത മൈനസ് 4y ക്യൂബ് ഡി വൈ എന്ന് പറയുന്ന y മാത്രമുള്ള ടേം അല്ലേ, സോ അതിന് ഏറ്റവും അവസാനം എഴുതാൻ പോവുകയാണ്. ഈ ഏറ്റവും അവസാനം കിടക്കുന്ന ടേമിന് ഞാൻ അടുത്ത ടേമായിട്ട് എഴുതുവാണ്. അപ്പം മൈനസ് 2y ഇൻറ്റു എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി വൈ. പിന്നെ ബാക്കി മാറ്റി നിർത്തിയ ടേമിന് അടുത്തേത് 4y ക്യൂബ് ഡി വൈ. ഓക്കെ, ഇയാളെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ബാക്കി ആരും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ള തെറ്റിദ്ധാരണ. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, എങ്ങനെയാണെന്ന് പറയട്ടെ. നോക്കിക്കേ, ഈ y സ്ക്വയർ ഇൻറ്റു ഡി സെറ്റ് ഇതെന്തിൻ്റെ ഡെറിവേറ്റീവാണ്? ഇത് ഡെറിവേറ്റീവ് ഓഫ് എന്താ? ഇതൊരു പ്രോഡക്റ്റ് റൂളാണ്. ഡെറിവേറ്റീവ് ഓഫ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡെറിവേറ്റീവ് ഓഫ് 2y സ്ക്വയർ. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇതിനെ. ഫസ്റ്റ് ഫംഗ്ഷൻ തന്നെ 2zും സെക്കൻഡ് ഫംഗ്ഷൻ y സ്ക്വയറും ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 2z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y സ്ക്വയർ എന്ത് വരും? ഇവിടെ താഴെ എഴുതി കാണിച്ചു തരാം. 2z y സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴേ ഫസ്റ്റ് ഫംഗ്ഷൻ 2z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y സ്ക്വയർ എന്ന് പറയുമ്പോൾ 2y dy പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2z എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡി സെറ്റ്. ഇനി ഒന്ന് നോക്കിക്കേ, 2y സ്ക്വയർ ഡി സെറ്റ് കിടപ്പുണ്ട്. 2 ഇൻറ്റു 2 4y ഇസെറ്റ് ഡി വൈ. സോ ഇത് എന്തുവാണ്? ഡെറിവേറ്റീവ് ഓഫ് 2z y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് 2z y സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്.
ഒന്നുകൂടെ പറയാവേ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2z(y² എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഫംഗ്ഷൻ 2z ഇൻറ്റു y² ഡെറിവേറ്റീവ് 2y dy പ്ലസ് y² ഡെറിവേറ്റീവ് y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2z എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു z ഡെറിവേറ്റീവ് dz. അതല്ലേ ഇത് ഇവിടെ കിടക്കുന്നത്, 2y² dz പ്ലസ് 4y 2 ഇൻറ്റു 2 4 ആണ്, 4yz dy. സോ ഇത് ഡെറിവേറ്റീവ് ഓഫ് 2zy². സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി അടുത്ത് ഇവിടെ നോക്കിക്കോളേ, ഇവിടെ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് y² ഇൻറ്റു a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 4y³ dy. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതിപ്പോൾ എങ്ങനെ എന്തിനാണ് എഴുതിയെന്ന് നോക്കിയാൽ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഈ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതിയെന്ന് നോക്കിയാൽ ഫസ്റ്റ് ഫംഗ്ഷൻ y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു a മൈനസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, സെക്കൻഡ് ഫംഗ്ഷൻ a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇവിടെ ഞാനൊരു കാര്യം വിട്ടുപോയി, ഓക്കെ, എ മൈനസ് എക്സിലെ മൈനസ് എക്സിലെ ഡെറിവേറ്റീവ് വരുമ്പോൾ ഇത് മൈനസ് ഡി എക്സ് അല്ലേ, സോ എൻ്റെ ഫ്രണ്ട് ഒരു മൈനസ് സൈൻ ഉണ്ട്, അത് ഞാൻ വിട്ടുപോയി നേരത്തെ പറയാം. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു y²ൻ്റെ ഡെറിവേറ്റീവ് 2y dy. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഇത് തന്നെയല്ലേ നമ്മുടെ മുകളിൽ കിടക്കുന്ന ടേം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ മൈനസ് കോമൺ ആണെന്നേ ഉള്ളൂ. മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ 2y² ഇൻറ്റു a മൈനസ് എക്സ് ഡി എക്സ് മൈനസ് 2y ഇൻറ്റു a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ dy. ഇതല്ലേ ഇത് ഇവിടെ മുകളിൽ കിടക്കുന്നത്. ആ മൈനസ് സൈൻ ഫ്രണ്ടിൽ ഇല്ല എന്നല്ലേ ഉള്ളൂ. സോ നമുക്കിതിനെ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് y² ഇൻറ്റു a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എഴുതാം. ഒന്നുകൂടെ പറയാം, പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് 2 ഇൻറ്റു a മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഈ മൈനസ് ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു y²ൻ്റെ ഡെറിവേറ്റീവ് 2y dy. സോ ദിസ് ഈക്വൽ ടു, ഇതിൽ നിന്നൊരു മൈനസ് ഇത് നേരെ തിരിച്ചാണ് മൈനസ് ഇവിടെ കിടക്കുന്നത്. സോ അതിൽ നിന്നൊരു മൈനസും കൂടെ എടുത്തിട്ടാണ് മൈനസ് ഡി ഓഫ് എന്നുള്ള രീതിയിൽ എഴുതിയത്. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെന്നറിയാം അല്ലേ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2zy². അപ്പം ഇൻ്റഗ്രൽ എല്ലാ സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ 2zy² ആയത് കാരണം 2zy² ഇസ് ഈക്വൽ ടു, ഈ മൈനസ് സിമ്പിൾ ഫ്രണ്ട് ഇട്ടു, എക്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ y² ഇൻറ്റു a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. സോ മൈനസ് ഓഫ് y² ഇൻറ്റു a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അടുത്തെന്താ വരുന്നത്, അടുത്ത് ഒരു മൈനസ് 4y³ ഉണ്ട്. ഞാൻ ഈ രണ്ട് ടേമിന് മാത്രമേ മൈനസ് കോമൺ ആയിട്ട് എടുത്തത്. സോ മൈനസ് ഓഫ് 4y³ ഇൻ്റഗ്രൽ 4y⁴ പ്ലസ് കോൺസ്റ്റൻറ്റ് b. 4ഉം 4ഉം ക്യാൻസലായി പോയില്ലേ. ഇപ്പം നമ്മുടെ ആൻസർ ആയില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് z ഇസ് ഈക്വൽ ടു p² x പ്ലസ് q²y. ഇത് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി 3 ചെയ്തത് അതിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനിയുള്ള 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിന് എന്താ f ഈക്വൽ ടു എന്ന് എഴുതും അല്ലേ. അപ്പോൾ f ഇസ് ഈക്വൽ ടു z മൈനസ് p² x പ്ലസ് q²y. അടുത്തെന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, ∂f/∂x ഫൈൻഡ് ചെയ്യും. ∂f/∂x ഫൈൻഡ് ചെയ്യുമ്പോൾ ആകെ ഒരു ടേമിൽ എക്സ് ഉള്ളൂ, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ബാക്കിയുള്ളത് മൈനസ് p². അടുത്ത ∂f/∂y ഫൈൻഡ് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു ഒറ്റ ടേമിൽ നമുക്ക് എന്തുള്ളൂ, y ഉള്ളൂ. ഞാനിവിടെ എഴുതിയപ്പം മൈനസ് p²x മൈനസ് q²y². ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അത് നെഗറ്റീവ് ആകത്തില്ല, അത് മറന്നുപോയി. മൈനസ് q². അടുത്ത ∂f/∂z ചെയ്യുമ്പോൾ ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് തന്നെ 1 ആണ്, ബാക്കി രണ്ടല്ല ഇസെറ്റിൻ്റെ ടേമിൽ, സോ അത് 1 ആയിട്ട് വരും. അടുത്ത ∂f/∂p എന്ന് പറയുമ്പോഴേക്കും നോക്കിക്കേ, വിത്ത് റെസ്പെക്ട് ടു പിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ അവസാനത്തെ ടേമിലാണെങ്കിൽ പിയുടെ ടേമില്ല, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് p²xൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ മൈനസ് 2px. അടുത്ത ∂f/∂q ഇസ് ഈക്വൽ ടു, ആദ്യത്തെ രണ്ട് ടേമിന് ക്യൂവിൻ്റെ ടേമില്ല, ക്യൂവിൻ്റെ ഫംഗ്ഷൻ ഇല്ല, സോ അത് 0 അതിൻ്റെ ഡെറിവേറ്റീവ്. മൈനസ് q², അപ്പം q² ഡെറിവേറ്റീവ് 2q, കൂടെ ഉണ്ടായിരുന്ന ആളാണ് y, അയാളെ അവിടെ എഴുതി. ഇനി എന്തുവാണ് ചാർപിറ്റ്സ് മെത്തേഡിൻ്റെ സബ്സിഡറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴത്തെയും പോലെ തന്നെ ഫോർമുല മൊത്തത്തിൽ നമ്മൾ എഴുതുവാണ്. dx/∂f/∂p മൈനസ് ∂f/∂p ആണ് ഇസ് ഈക്വൽ ടു dy ബൈ മൈനസ് ∂f/∂q ഇസ് ഈക്വൽ ടു dz ബൈ മൈനസ് p ഇൻറ്റു ∂f/∂p മൈനസ് q ഇൻറ്റു ∂f/∂q ഇസ് ഈക്വൽ ടു dp
P by dou F by dou X plus P into dou F by dou Z is equal to dQ by dou F by dou Y plus Q into dou F by dou Z. ഓക്കെ, ഇനി അടുത്ത് dx by മൈനസ് ഡോ എഫ് ബൈ ഡോ പി എന്ന് പറയുമ്പോഴേക്കും ഡോ എഫ് ബൈ ഡോ പി മൈനസ് 2px ആണ്. ഈ മൈനസ് സൈനും കൂടി ചേർത്തിട്ട് അത് എന്ത് മാത്രമാവും 2px ആയിട്ട് വരും. ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ മൈനസ് ഡോ എഫ് ബൈ ഡോ ക്യൂ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ ക്യൂ എന്തുവാണ് മൈനസ് 2qy, അതും ഈ മൈനസും കൂടെ പ്ലസ് 2qy എന്നാവും. ഇസ് ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഈ ഫസ്റ്റ് വന്ന ഫംഗ്ഷനിൽ പി മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് 2p²x രണ്ടാമത് വന്ന ഫംഗ്ഷനിൽ ക്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് 2q²y എന്നും ആവും അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് -p² plus p into dou f by dou z. Dou f by dou z is 1, so plus p is equal to dq by dou f by dou y എന്ന് പറഞ്ഞാൽ -q² ആണ്, plus q into dou f by dou z is 1, so -q² plus q. നമുക്ക് ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ. ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2px ഉണ്ട്, ഇവിടുന്ന് x മുകളിൽ പോയി ഇവിടെ 2p വരും, ഇവിടുന്ന് p മുകളിൽ പോയാൽ ഇവിടെ p² plus 1 വരും അല്ലേ. ഓക്കെ, അത് നോക്കിക്കേ. ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഈ dx മൈനസ് ഈ എക്സ് dx ഈ രണ്ട് പേരെ ഞാൻ ഒന്നിച്ചെടുക്കുവാണേ. അതായത് dx ബൈ 2px ഇസ് ഈക്വൽ ടു dy ബൈ 2q ഈക്വൽ ടു എന്നല്ല dx ബൈ 2pxും ഇതിനെ ഞാൻ ആദ്യം ഇങ്ങനെ എടുക്കുക. dx ബൈ x ബൈ 2p is equal to dy by y by 2q. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എക്സിൻ്റെ ടേം മാത്രം ഒന്നിച്ച് വേണം, വൈയുടെ ടേം മാത്രം ഒന്നിച്ച് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സിൻ്റെ ടേമിനെ മുകളിൽ കൊണ്ടുപോയി ഇവിടുന്ന് വൈയുടെ ടേമിനെ മുകളിൽ കൊണ്ടുപോയി ബൈ 2q എന്ന് എഴുതിയത്. ഇസ് ഈക്വൽ ടു ഡി ഇസെഡ് ബൈ അതിനങ്ങനെ തന്നെ എഴുതുവാണ് 2 into p²x plus q²y ഇസ് ഈക്വൽ ടു ഇവിടെയും നമുക്കതുപോലെ എന്ത് ചെയ്യാം ഡി പി ബൈ പി മുകളിലേക്ക് കൊണ്ടുപോയാൽ ഇവിടുന്ന് പി കോമൺ ആയിട്ട് എടുത്ത് പി മുകളിലേക്ക് കൊണ്ടുപോയാൽ ബാക്കി ഇവിടെ 1 - p അല്ലേ താഴെ വരിക, -p+1 എന്ന് വരും. അതിനാണ് ഞാൻ 1 - p എഴുതിയിരിക്കുന്നത്. അതേപോലെ താഴേന് ക്യൂവിനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് അതിന് റെസിപ്രോക്കൽ എടുക്കുവാണെങ്കിൽ ഡി ക്യൂ ബൈ ക്യൂ ബൈ 1 - q എന്ന് വന്നു അല്ലേ. ഇനിയാണ് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ is equal to dx by x minus dy by y. ഈ രണ്ടുപേരെ ഒന്നിച്ചിങ്ങനെ എടുക്കണം. dx by x minus dy by y. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്താൽ ഡിനോമിനേറ്റർ എങ്ങനെ വരും 2p minus 2q is equal to ഈ രണ്ടുപേരെ ഇതേപോലെ ഡിഫറൻസ് ആക്കി എടുക്കുവാണ്. അപ്പം dp by p minus dq by q the whole by 1 minus p മൈനസ് ഓഫ് 1 minus q. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് dx by x minus dy by y the whole by 2p minus 2q is equal to അപ്പുറത്തെന്തായിരുന്നു വന്നത് dp by p minus dq by q. ഇനി ബാക്കിയുള്ള സ്റ്റെപ്പ് നോക്കുമ്പോഴാണ് ഈ 1 minus p minus 1 - qയിൽ 1ഉം -1ഉം പോയിട്ട് ബാക്കി -p plus q എന്നിവിടെ വരുന്നുണ്ട്. ദിസ് ഈക്വൽ ടു ഞാൻ അതിന് ദ ഹോൾ ബൈ മൈനസ് ഓഫ് p minus q എന്ന് എഴുതുകയാണ്. -p plus q എന്നാണ് വന്നാൽ അതിൽ മൈനസ് എടുത്തിട്ടാണ് p minus q. അതേ ടൈമിൽ ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് 2 കോമൺ ആയിട്ട് എടുത്താൽ ഇത് 2 into p minus q എന്ന് വരത്തില്ലേ. അപ്പോൾ ഈ p minus qയും ക്യാൻസലായി പോകും. p minus q ക്യാൻസലായി പോകുമ്പോൾ ബാക്കി ഇനി ഇവിടെ ഉണ്ട് ഒരു 2 ഉണ്ട്. ആ 2നെ നമുക്ക് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ -1 നമുക്ക് ഇവിടത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -1 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് dx by x പ്ലസ് dy by y ഇസ് ഈക്വൽ ടു ഇവിടെ വന്ന 2നെയാണ് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണേ. അപ്പോൾ 2 into dp by p മൈനസ് 2 into dq by q. ഇനി ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിയുടെ ടേമിനെ മാത്രം അല്ലെങ്കിൽ p ഈക്വൽ ടു q ഈക്വൽ ടു എന്നാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിയുടെ ടേമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്, ക്യൂവിൻ്റെ ടേമിനെ മറ്റു സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യണം നിർബന്ധമില്ല. ഇത് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് p ഈക്വൽ ടു എന്നോ q ഈക്വൽ ടു എന്നോ ആക്കി എഴുതിയാലും മതി. ദിസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ മൈനസ് ലോഗ് എക്സ്
ഇൻറ്റഗ്രൽ 1/x തന്നെ ലോഗ് എക്സ് അല്ലേ, ഫ്രണ്ടിലത്തെ നെഗറ്റീവ് സൈനാണ് മൈനസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഓക്കെ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് പി 1/p ഇൻറ്റഗ്രലാണ് ലോഗ് പി മൈനസ് 2 ഇൻറ്റു ലോഗ് ക്യൂ പ്ലസ് കോൺസ്റ്റൻറ്റിൽ ഞാൻ ലോഗ് എ എന്ന് എഴുതി. ഓക്കെ ഇനി നോക്കിക്കേ, ലോഗ് എ മൈനസ് ലോഗ് ബി നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ അതുപോലെ ലോഗ് വൈ മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് വൈ ബൈ എക്സ് ആണ്. അതേ സമയത്ത് ഇപ്പോഴത്തെ സൈഡാണെങ്കിൽ നമുക്കറിയാം ലോഗ് എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞാൽ എ ലോഗ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ എക്ക് പകരം 2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? നമുക്ക് ലോഗ് പി സ്ക്വയർ മൈനസ് ലോഗ് ക്യൂ സ്ക്വയർ പ്ലസ് ലോഗ് എ. ഇനി നോക്കിക്കോളേ, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ലോഗ് എ ബൈ ബി, ദറ്റ് ഈസ് ലോഗ് പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ പ്ലസ് ലോഗ് എ. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാലോ ലോഗ് എ ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട അവിടെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് പി സ്ക്വയർ എ ബൈ ക്യൂ സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് എന്താണ്? ലോഗ് വൈ ബൈ എക്സ്. ലോഗ് പോകാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എപ്പോഴത്തെയും പോലെ രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുത്താൽ മതി. അപ്പോൾ ഈ റൈസ് ടു എടുക്കുമ്പോൾ ഇതെന്താ വരണേ? വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എ ബൈ ക്യൂ സ്ക്വയർ. കാരണം എന്തുവാ? ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇപ്പം നമ്മൾ ലെഗ്രാഞ്ചേഴ്സിലും ജാർപിറ്റ്സിലും ആയിട്ട് പല സ്ഥലത്തും ഈ ഫോർമുലാസ് എല്ലാം യൂസ് ചെയ്തു. ഈ ടൈം കൊണ്ട് നമുക്ക് ഈ ഫോർമുല നല്ലവണ്ണം അറിയാതിരിക്കണം. ഓക്കെ ഇനി നോക്കിക്കേ, ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് ക്യൂ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പി സ്ക്വയർ എന്നാക്കി ഞാൻ. ദറ്റ് ഈസ് നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇസ് ഇറ്റ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എക്സ് പ്ലസ് ക്യൂ സ്ക്വയർ വൈ എന്ന്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ഇസ് ഈക്വൽ ടു എന്തുവാണ്? ഇസ് ഇറ്റ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എക്സ് പ്ലസ് ക്യൂ സ്ക്വയർ വൈ ആയിരുന്നു. ഓക്കെ നമ്മുടെ കയ്യിലുള്ളത് എന്താ? ക്യൂ സ്ക്വയർ വൈ ഉണ്ട്, അല്ലെങ്കിൽ എക്സ് പി സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ വൈ ബൈ എ. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിന് ഇക്വേഷൻ 2 എന്ന് എഴുതുവാണ്. ഇയാൾ നമ്മുടെ ഇക്വേഷൻ 1 അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1, 2നെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നോക്കിക്കൊള്ളേ, ഇസഡ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എക്സ്, ക്യൂ സ്ക്വയർ വൈയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? പ്ലസ് എ എക്സ് പി സ്ക്വയർ ആണോ? ദറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ എക്സ് കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് എ ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എ. 1 പ്ലസ് എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇസഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എ. ഓക്കെ ആണല്ലോ. അപ്പോൾ പി നമുക്ക് കിട്ടി. ഈ പീനെ കൊണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ക്യൂ ഫൈൻഡ് ചെയ്തൂടെ? ഇക്വേഷൻ 2ൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ക്യൂ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു പി സ്ക്വയർ ആണ്. പി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മുകളിൽ കിടക്കുന്ന ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എ. എക്സും എക്സും കട്ടായിപ്പോയി. സോ ക്യൂ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ് ബൈ എ ഇസഡ് ബൈ, ഇവിടെ ഒരു എ കൂടെ ഉണ്ട്, എ ഇസഡ് ബൈ വൈ താഴേക്ക് വരുമ്പം 1 പ്ലസ് എ ഇൻറ്റു വൈ. ഓക്കെ ദറ്റ് ഈസ്, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? പിയും കിട്ടി, ക്യൂവും കിട്ടി. ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇസഡ് ബൈ 1 പ്ലസ് എ ഇൻറ്റു വൈ. അപ്പോൾ പിയും ക്യൂവും കിട്ടി. അതിന് നമ്മൾ അടുത്തതിന് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം ഡി ഇസഡ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. അതിൽ പിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി എന്താ വരുന്നത്? റൂട്ട് ഓഫ് ഇസഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എ ഡി എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ ഇസഡ് ബൈ 1 പ്ലസ് എ വൈ ഡി വൈ. ഓക്കെ ഇപ്പം ഇനി നമുക്ക് എന്താ ആവശ്യം? ഈ ഇസഡ് ഇവിടെ നിന്ന് മാറുന്നല്ലേ. അപ്പോൾ അതിന് രണ്ടിടത്ത് റൂട്ട് ഇസഡ് അല്ലേ, റൂട്ട് ഇസഡ് കോമൺ ആയിട്ട് എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ. ദെയർഫോർ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു, നമ്മളെന്താ ഇവിടുന്ന് കോമൺ ആയിട്ട് എടുക്കാൻ പോകുന്നത്? ഡി ഇസഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവിടുന്ന് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് റൂട്ട് ഇസഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എ കോമൺ ആണ്. ബാക്കി ബ്രാക്കറ്റിനകത്തുള്ള എന്താണ്? ബാക്കി ഇവിടെ റൂട്ട് ഇസഡ് ബൈ 1 പ്ലസ് എ പോയാൽ ബാക്കി ഡി എക്സ് ബൈ റൂട്ട് എക്സ് ഉണ്ട്, പ്ലസ് നമുക്ക് എന്ത് വന്നു പുറത്തേക്ക്? എ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ റൂട്ട് എ ബൈ റൂട്ട് വൈ ഡി വൈ. ഓക്കെ ഇസഡ് ബൈ 1 പ്ലസ് എ ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. ഇനി ഇതിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ റൂട്ട് ഓഫ് 1 പ്ലസ് എ ഇൻറ്റു ബൈ റൂട്ട് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ റൂട്ട് എക്സ്
പ്ലസ് റൂട്ട് എ ഇൻറ്റു ഡി വൈ ബൈ റൂട്ട് വൈ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുവാണ് ഇൻ്റഗ്രൽ 1/√x ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ? നമുക്ക് വേണമെങ്കിൽ റൂട്ട് എക്സിന് എക്സ് റൈസ് ടു -1/2 dx എന്ന് എഴുതാം അല്ലേ. എക്സ് റൈസ് ടു -1/2ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് റൈസ് ടു -1/2 പ്ലസ് 1/-1/2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ എക്സ് റൈസ് ടു 1/2 ബൈ 1/2 or 2 into x raised to 1/2 which is equal to 2 root x or 1/√x-ൻ്റെ ഇൻ്റഗ്രൽ 2 root x എന്ന് ഓർത്ത് വെച്ചിരുന്നാലും മതി. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം അടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്തായി മാറുകയാണ്? റൂട്ട് ഓഫ് 1 പ്ലസ് എ ഇൻറ്റു, അത് കോൺസ്റ്റൻ്റ് ആയിരുന്നു, 1/√z ഇൻ്റഗ്രലാണ് 2 root x. ആ 2 ദേ ഫ്രണ്ട് ചെയ്തു. 2 root z ഇസ് ഈക്വൽ ടു 1/√x-ൻ്റെ ഇൻ്റഗ്രൽ 2 root x പ്ലസ് റൂട്ട് വൈ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. 1/√y-ൻ്റെ ഇൻ്റഗ്രൽ 2 root y പ്ലസ് കോൺസ്റ്റൻറ്റിന് ഞാൻ ബി എന്നിട്ടു. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എല്ലായിടത്തു നിന്ന് 2 അങ്ങ് ക്യാൻസലായി പോവുകയാണെങ്കിൽ 2 ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇതെന്താ വരിക? റൂട്ട് ഓഫ് 1 പ്ലസ് എ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ വൈ പ്ലസ് ബി ബൈ 2. ആ ബി ബൈ 2 ഇടുന്ന വന്നേ ഈ മൂന്നിടത്തും ബി 2 കോമൺ ആയിരുന്നു. ആ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്. ഈ കോൺസ്റ്റൻ്റെ കൂടെ ആ ബി ബൈ 2 വന്നു. ഓക്കെ, ഇത് നമ്മുടെ ആൻസറായി. എന്തുവായിരുന്നു ഇപ്പോൾ ഇത്? നമ്മൾ ചാർപ്പിറ്റ്സ് മെത്തേഡ് സോൾവ് ചെയ്തെടുത്തത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുവായിരുന്നു? നമ്മളിവിടെ ഒരു ബാക്കി ഇതുവരെ ചെയ്തു വന്ന പ്രോബ്ലത്തിന് ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ചെയ്തത് ഈ സബ്സിഡറി ഇക്വേഷൻ എഴുതി വെച്ചിട്ട് ഇത് നമുക്ക് അല്ലാതെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ലഗ്രാഞ്ചസിൽ നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. എന്തുവാണ്? 2 പേരുടെ ഡിഫറൻസ് എടുത്തു. അങ്ങനെ ഡിഫറൻസ് എടുത്തിട്ട് നമ്മളിത് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കി. അപ്പം ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലം നമ്മൾ എത്രത്തോളം ചെയ്ത് നോക്കുമോ അപ്പോൾ മാത്രമേ നമുക്കിത് എക്സാമിനും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങളുടെ എക്സസൈസിനകത്ത് ഉണ്ടായിരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് എക്സാമിന് ചോദിക്കാം. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ക്യൂ പ്ലസ് എക്സ് പി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ. ഈ ക്യൂ പ്ലസ് എക്സ് പി കണ്ടപ്പോഴേക്കും നമുക്ക് തോന്നി ലഗ്രാഞ്ചസിൽ ചെയ്യാൻ തോന്നി അല്ലേ. പക്ഷേ ലഗ്രാഞ്ചസിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്നത് പി സ്ക്വയർ ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇത് ലീനിയർ അല്ല, ഇത് നോൺ ലീനിയർ ആണ്. അപ്പോൾ നമുക്കിത് എന്താ ചാർപ്പിറ്റ്സ് മെത്തേഡിലേ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഞാൻ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് എക്സ് പി മൈനസ് പി സ്ക്വയർ എന്ന് എഴുതി. അടുത്ത് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഡോ എഫ് ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുന്നു. ഡോ എഫ് ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് പി എന്നുള്ള ഒറ്റ ടേമേ ഉള്ളൂ, അവിടെ നിന്ന് പി കിട്ടി. ഡോ എഫ് ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യാണ്. ഇവിടെ വൈയുടെ ഒരു ടേം പോലും ഇല്ല, സോ അത് 0 എന്ന് കിട്ടി. അടുത്ത ഡോ എഫ് ബൈ ഡോ ഇസഡ് ഫൈൻഡ് ചെയ്യാണ്. ഇസഡിൻ്റെ ഒരു ടേം പോലും ഇല്ല, സോ അതും 0 എന്ന് കിട്ടി. ദെൻ ഡോ എഫ് ബൈ ഡോ പി ഫൈൻഡ് ചെയ്യാണ്. ഡോ എഫ് ബൈ ഡോ പി എന്ന് പറയുമ്പോൾ 2 ടേമിൽ പി ഉണ്ട്, സോ ഈ പിയുടെ ഡെറിവേറ്റീവ് 1, അവിടെ ഉള്ളത് എക്സും. രണ്ടാമത്തെ പിന്നെ പി സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2p. ദെൻ ഡോ എഫ് ബൈ ഡോ ക്യൂ ഫൈൻഡ് ചെയ്യാണ്. ഡോ എഫ് ബൈ ഡോ ക്യൂ എന്ന് പറയുമ്പോഴേക്കും എന്തുവാണ്? ഇവിടെ ക്യൂവിൻ്റെ ആകെ ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഓഫ് ചാർപ്പിറ്റ്സ് മെത്തേഡ്. അപ്പോൾ അതെന്തുവാണ്? ടി എക്സ് ബൈ മൈനസ് ഡോ എഫ് ബൈ ഡോ പി is equal to dy by minus ഡോ എഫ് ബൈ ഡോ ക്യൂ. എപ്പോഴും പറഞ്ഞ് ഇത് ബോറടിക്കും, പക്ഷെ കുഴപ്പമില്ല. ഓരോ തവണ അത് കേൾക്കുമ്പോഴും നമ്മൾ ഫോമുല അങ്ങ് തനിയെ പഠിച്ചോളും. ക്യൂ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ക്യൂ. ഈ രണ്ട് സ്ഥലത്തിലും പിയും ക്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് പി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഡി എക്സ് ബൈ ഡോ എഫ് ബൈ ഡോ പി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2p. ഈ മൈനസ് അകത്തേക്ക് പോകുമ്പം -6 + 2p എന്ന് വരുന്നുണ്ട്. ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡോ എഫ് ബൈ ഡോ ക്യൂ ഈസ് 1 ആണ്. ഈ മൈനസും കൂടെ വരുമ്പോഴേക്കും അത് -1 ആവുന്നുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ആദ്യം വന്ന ഇക്വേഷനകത്ത് -p മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? -pയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, -p ഇൻറ്റു ഡോ എഫ് ബൈ ഡോ പി എന്ന് പറയുമ്പോഴേക്കും അത് -px പ്ലസ് 2p സ്ക്വയർ എന്ന് വരുന്നുണ്ട്. അതുപോലെ ക്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡോ എഫ് ബൈ ഡോ ക്യൂൻ്റെ കൂടെ -q മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് -q എന്നും വരുന്നുണ്ട്. ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് പി പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് 0 ആണ്. സോ അടുത്ത ടേം 0 ആയി പോകും. ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡോ എഫ് ബൈ ഡോ വൈ 0 ആണ്. പ്ലസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ് ഈസ് ഓൾസോ 0. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തോ ഡി ക്യൂ ബൈ എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന്
നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ഡി ക്യൂ ബൈ 0 ആയത് കാരണം അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ക്യൂ ഈക്വൽ ടു എ എന്ന് ഫൈൻഡ് ചെയ്യാൻ. അങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഫൈൻഡ് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെ ആയി പോകും. പി സ്ക്വയർ മൈനസ് എക്സ് പി മൈനസ് എ ഇസ് ഈക്വൽ ടു 0. പിന്നെ പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ സോൾവ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ഭയങ്കര ലെങ്തി ആയി പോവുകയാണ്. അപ്പോൾ അതിലും നല്ലത് ഇവിടെ നോക്കിക്കും, ഡി വൈ ബൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു ഡി പി ബൈ പി. or dy is equal to minus dp by p എന്നെടുത്തു. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ dy is equal to ഇൻ്റഗ്രൽ മൈനസ് dp by p. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആണ്. y is equal to മൈനസ് ലോഗ് പി പ്ലസ് കോൺസ്റ്റൻറ്റിനെ ഞാൻ ലോഗ് ചെയ്യുന്ന തന്നെ എഴുതുവാണ്. കാരണം വിച്ച് ഇസ് ഈക്വൽ ടു y is equal to നോക്കിക്കേ ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ള ഫോം വരുമ്പോൾ ലോഗ് എ ബൈ ബി, ദറ്റ് ഈസ് ലോഗ് എ ബൈ പി. ഓക്കെ, ഇനി എനിക്ക് ഈ y പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇ റേസ് ടു എടുത്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇ റേസ് ടു y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എ ബൈ പി. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എ ബൈ പി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു y ഇസ് ഈക്വൽ ടു എ ബൈ പി, ഓർ പി ഇസ് ഈക്വൽ ടു എ ബൈ ഇ റേസ് ടു y. നമുക്ക് പി ഇൻ ടേംസ് ഓഫ് എ ആൻഡ് വൈയിൽ കിട്ടിയില്ലേ. പി ഇസ് ഈക്വൽ ടു എ ബൈ ഇ റേസ് ടു y, ഓർ പി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് y എന്ന് എഴുതി. എനിക്ക് പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആളായി. ഇനി നമുക്കിതിൽ നിന്ന് എന്ത് ഫൈൻഡ് ചെയ്യണം, ക്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ എന്തുവായിരുന്നു, ക്യൂ പ്ലസ് എക്സ് പി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എന്നായിരുന്നു. സോ ക്യൂ പ്ലസ് എ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ എ ഇ റേസ് ടു മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2y. ഈ എ എക്സ് ഇ റേസ് ടു മൈനസ് വൈനെ കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് മൈനസ് എ എക്സ് ഇ റേസ് ടു മൈനസ് വൈ. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2y മൈനസ് എ എക്സ് ഇ റേസ് ടു മൈനസ് വൈ. ഇതാണ് നിങ്ങളുടെ ക്യൂവിൻ്റെ ആൻസറും കിട്ടി. ഇനി എന്താ, നമുക്കിത് പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഡി ഇസഡ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഓക്കെ, പിയുടെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്തുവാണ്, എ ഇ റേസ് ടു മൈനസ് വൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എ ഇ റേസ് ടു മൈനസ് വൈ ഡി എക്സ് പ്ലസ് ക്യൂവിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2y മൈനസ് എ എക്സ് ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എല്ലായിടത്തും നമുക്ക് എന്ത് കോമൺ ആയിട്ട് വേണമെങ്കിൽ പുറത്തെടുക്കാൻ വേണമെങ്കിൽ നമുക്കൊരു എ വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അതിന് മുമ്പ് ഞാനിതിനെ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി എക്സ് പ്ലസ് ഈ ഡി വൈ അകത്തേക്ക് എടുത്താൽ എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2y ഡി വൈ മൈനസ് എ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ. നമുക്ക് വേണ്ടതുപോലെ വൈയുടെ ടേം മാത്രമുള്ള ഈ ഒരാൾ മാത്രമേ ഉള്ളൂ, എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2y ഡി വൈ മാത്രമേ വൈയുടെ ടേമായിട്ട് വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ളൂ. മറ്റത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലല്ല. അപ്പം മറ്റൊന്ന് ഞാൻ ഒന്നിച്ച് എഴുതുവാണ്. മറ്റൊന്ന് എങ്ങനെ എഴുതുവാണ്, പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2y ഡി വൈ മൈനസ് എ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ. ഓക്കെ, ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എ കോമൺ ആയിട്ട് എടുക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. ദിസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2y ഡി വൈ പ്ലസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് ഞാൻ എഴുതുവാണ്. കറക്റ്റാണെന്ന് നോക്കിക്കേ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ. ഇത് നമുക്ക് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2y ഡി വൈ എഴുതി. ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന ടേം ഈ ടേമാണ്, എ സ്ക്വയർ അല്ല, എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി എക്സും ഞാൻ വീണ്ടും എടുത്ത് എഴുതിയപ്പോൾ അത് തെറ്റിച്ചു പോയി. എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2y ഡി വൈനെ ആദ്യം കൊണ്ടുവന്നിട്ട് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി എക്സ് എന്നുള്ള ഈ ടേമാണ് അടുത്ത് വരേണ്ടത്. ഏതാണ്, എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി എക്സും ബാക്കി ഇത് മൈനസ് എ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ. ഇപ്പോൾ കറക്റ്റ് ആവും. എ ഇൻറ്റു ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഡി വൈ
പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി എക്സ്. ഇതെന്താണ്? ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ. ഇങ്ങനെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക. ഈ എക്സ്പാൻഷനല്ലേ ഇത് ഇവിടെ കിടക്കുന്നത്, ആ എ മാറ്റി നിർത്തുകയാണെങ്കിൽ. സോ അതുകൊണ്ടാണ് തന്നെ ഡി ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ എന്ന് എഴുതിയത്. സോ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടിയാൽ നമുക്കിനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ integral dz is equal to a square into integral e raised to minus 2y dy plus a into integral d of x into e raised to minus y. ഇത് നോക്കിക്കേ, ഇൻ്റഗ്രൽ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്. ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2y ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എ എക്സ് ബൈ എ ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 2y ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 2y ബൈ മൈനസ് 2. ഓക്കെ, പ്ലസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ ആണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്ത് വേണം? ഒരു കോൺസ്റ്റൻറ്റ് വേണം. ആ കോൺസ്റ്റൻറ്റാണ് ഞാൻ പ്ലസ് ബി ഇതിട്ടത്. സോ ഇവിടെ വെച്ച് ഞാൻ ആൻസർ നിർത്തുവാണ്. വേണമെങ്കിൽ ഇതിനെ വീണ്ടും അറേഞ്ച് ചെയ്യാം. ഈ -2 ഒക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ചാർപ്പിറ്റ്സ് മെത്തേഡ് കുറച്ച് ലെങ്തി തന്നെയാണ്. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് പലയിടത്തും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഈ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണതിന് നമുക്ക് 2 മാർക്കും, ഈ ഫോമുല എഴുതിയാൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് 1 മാർക്ക്, 3 മാർക്ക് വെറുതെ കിട്ടും. പിന്നെ ആ 3 മാർക്ക് നമുക്കിത് ഈ ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്ന് തോന്നിയാൽ പോലെ ഈ 3 മാർക്ക് മേടിക്കണം. കാരണം നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ ഫോമുല എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ തെറ്റിപ്പോകും. ഇങ്ങനെ കിട്ടുന്ന 3 മാർക്ക് കളയരുത്. ആ 3 മാർക്ക് മേടിച്ച് വെക്കണം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് ചെയ്ത് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇതേപോലെ തനിച്ച് എടുക്കാൻ പറ്റും. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കണമെങ്കിൽ ഇതുപോലെ ആക്കി 1-2 സ്റ്റെപ്പ് കൂടെ എഴുതുകയാണെങ്കിൽ ഒരു 4 മാർക്കൊക്കെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റും. ഞാൻ ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് പറയുന്നില്ല. അതായത് നമുക്ക് ലാറ്ററൽ എൻട്രിക്കാരുണ്ട്, പിന്നെ അത്രയ്ക്ക് നമുക്കൊരു പ്രോബ്ലം ആ ഒരു 3 മണിക്കൂറിൻ്റെ സമയത്ത് എഴുതി എത്താൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ എടുത്ത് പറയുവാണ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ഇങ്ങനെ സോൾവ് ചെയ്യണ ഈ ഒരു പാർട്ട് മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ആലോചിച്ച് എത്താൻ പറ്റുക. എക്സാമിൻ്റെ ആ ടൈമിൽ എത്താൻ പറ്റാതായി വരിക. അപ്പോഴും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ 1 മാർക്ക് പോലും എടുക്കാതിരിക്കുന്ന അവസ്ഥ വരത്തില്ല. നിങ്ങൾക്ക് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ സ്റ്റെപ്പ് മാർക്ക് നിങ്ങളൊന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതായത് ഈ ഫോമുല തെറ്റിക്കാതെ എഴുതാൻ പഠിക്കണം, ഈ ഡെറിവേറ്റീവ് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് പഠിക്കണം, അത് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഉറപ്പാണ് ഇതേപോലെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ള ഒരു ടേമെങ്കിലും അതിനകത്ത് കാണും. അതിനെ എടുത്തിങ്ങനെ ഒന്നിച്ച് എഴുതിയാൽ മതി. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ശരിയായി പി ഈക്വൽ ടു എന്നെല്ലാം കിട്ടണമെങ്കിൽ അത്രയും നമുക്ക് ബോണസാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു 4 മാർക്കിന് അത്രയാവും. അപ്പം ഈ ഒരു ടോപ്പിക് പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് വിടരുത്. പ്രയാസമല്ല, എളുപ്പമാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഈ ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. കാരണം നമ്മൾ ടെസ്റ്റിനകത്തുള്ള 3 എക്സാമ്പിൾ ക്വസ്റ്റ്യനും ചെയ്തു, 3 എക്സർസൈസ് ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ ഉള്ളത് ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മൾ മാക്സിമം എക്സർസൈസ് ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് കണ്ടതും എക്സ്ട്രാ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് z സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യൂ എക്സ് വൈ. അപ്പം നോക്കിയാൽ നമുക്കിത് ചാർപ്പിറ്റ്സ് മെത്തേഡ് ആണോ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആണോ എന്ന് ആദ്യം ഡൗട്ട് തോന്നും. നമ്മൾ എന്ത് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? ചാർപ്പിറ്റ്സ് മെത്തേഡാണ്. കാരണം എന്താ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ്റെ ഫോമിലല്ല. ഈ ഫോം ക്യാപിറ്റൽ പി ഇൻറ്റു സ്മോൾ പി പ്ലസ് ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ ഈക്വൽ ടു ആർ എന്നുള്ള ഫോമിലല്ല. ഇതെങ്ങനെയാണ് നിൽക്കുന്നത്? എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് കോമ പി കോമ ക്യൂ എല്ലാം ഉണ്ടല്ലേ. ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, പി ഉണ്ട്, ക്യൂ ഉണ്ട്. ഈ ഈക്വൽ ടു എന്നും പ്ലസ് എന്നും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ടേം ഒന്നുമില്ല. അപ്പോൾ ക്ലിയർലി ഇത് ചാർപ്പിറ്റ്സ് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവും. ഇതുപോലെ പിയുടെ ടേം ക്യൂവിൻ്റെ ടേം ഈക്വൽ ടു കഴിഞ്ഞ് മറ്റൊരു ടേം അങ്ങനത്തെ രീതിയിലല്ല നിൽക്കുന്നത്. ഇതെന്തായാലും നോൺ ലീനിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഇക്വേഷനെ എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുത്തു തരാം. സോ എഫ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ മൈനസ് പി ക്യൂ എക്സ് വൈ എന്ന് എഴുതി. ഓക്കെ, അടുത്തെന്താ ചെയ്യേണ്ടത്? ദിസ് ഇസ് ഈക്വൽ ടു അടുത്ത ഡോ എഫ് ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യണം. ഡോ എഫ് ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുമ്പം ഫസ്റ്റ് ടേമിൽ എക്സ് ഇല്ല, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അടുത്ത ടേമിൽ എക്സ് ഉണ്ട്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ബാക്കിയുള്ളത് മൈനസ് പി ക്യൂ വൈ. അടുത്ത ഡോ എഫ് ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യണം. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ എന്തുവാണ്? ഫസ്റ്റ് ടേമിൽ വൈ ഇല്ലാത്ത കാരണം അത് 0 ആയി പോകും. രണ്ടാമത്തെ ടേമിൽ വൈ ഉണ്ട്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ബാക്കിയുള്ളത് പി ക്യൂ എക്സ്. അടുത്ത ഡോ എഫ് ബൈ ഡോ ഇസഡ് ഫൈൻഡ് ചെയ്യണം. ഡോ എഫ് ബൈ ഡോ ഇസഡ് ഫൈൻഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ടേമിൽ ഇസഡിൻ്റെ ടേം ഉണ്ട്. ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ എന്തുവാണ്? 2z ആണ്. അടുത്ത ടേമിൽ ഇസഡിൻ്റെ ടേം ഇല്ല, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അടുത്തെന്താ വരേണ്ടത്? ഡോ എഫ് ബൈ ഡോ പി. ഡോ എഫ് ബൈ ഡോ പി ഫൈൻഡ് ചെയ്യുമ്പം ഫസ്റ്റ് ടേമിൽ പിയുടെ ടേമില്ല, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0. രണ്ടാമത്തെ ടേമിൽ പി കിടപ്പുണ്ട്, പിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ബാക്കിയുള്ളത് മൈനസ് ക്യൂ എക്സ് വൈ ആണ്.
അടുത്ത ഡോ എഫ് ബൈ ഡോ ക്യൂ ആണ് അടുത്ത് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ ക്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിനകത്ത് ക്യൂ ഇല്ല, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അടുത്ത ടേമിൽ ക്യൂ ഉണ്ട്, ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ബാക്കിയുള്ളത് -pxy. ഓക്കെ, അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് സബ്സിഡറി ഇക്വേഷൻ ആണ്. സബ്സിഡറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫോമുല എഴുതി വെക്കുക. ഫോമുല എന്തുവാണ്? dx ബൈ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഇസ് ഈക്വൽ ടു dy ബൈ മൈനസ് ഡോ എഫ് ബൈ ഡോ ക്യൂ is equal to dz by minus p into dou f by dou p minus q into dou f by dou q is equal to dp by dou f by dou x plus p into dou f by dou z is equal to dq by dou f by dou y പ്ലസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസെഡ്. നമ്മൾ സബ്സിഡറി ഇക്വേഷൻ എഴുതി വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുവാണ്? സബ്സിഡറി ഇക്വേഷനകത്തുള്ള ഈ ഓരോ ഫംഗ്ഷന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ആൾക്കാരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണേ. അപ്പോൾ ഡി എക്സ് ബൈ മൈനസ് ഡോ എഫ് ബൈ ഡോ പി. ഡോ എഫ് ബൈ ഡോ പി എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ എക്സ് വൈ ആണ്. ഇവിടെ ഓൾറെഡി ഉള്ള മൈനസും കൂടെ ചേർന്നിട്ട് അത് ക്യൂ എക്സ് വൈ എന്നാവും. ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡോ എഫ് ബൈ ഡോ ക്യൂ മൈനസ് പി എക്സ് വൈ ആണ്. ഇവിടെ ഓൾറെഡി ഉള്ളത് മൈനസ് ആണ്, സോ അത് പി എക്സ് വൈ എന്നാവും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഇസെഡ് ബൈ മൈനസ് പി ഡോ എഫ് ബൈ ഡോ പി. ഡോ എഫ് ബൈ ഡോ പി എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ എക്സ് വൈ ആണ്. ഈ മൈനസും കൂടെ ചേർന്നിട്ട് അത് പി ക്യൂ എക്സ് വൈ എന്നാവും. ശ്രദ്ധിച്ചോളേ. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ ക്യൂ ആണ്. ഡോ എഫ് ബൈ ഡോ ക്യൂ മൈനസ് പി എക്സ് വൈ ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ക്യൂ ഉള്ളത് കാരണം അത് പ്ലസ് പി ക്യൂ എക്സ് വൈ. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ 2p എക്സ് വൈ ആവും അല്ലേ? നമുക്കത് അടുത്ത ടേമിൽ എടുത്ത് ചെയ്താവേ. ഈക്വൽ ടു ഡി പി ബൈ അടുത്ത് നോക്കിയാൽ കുഞ്ഞുങ്ങളെ ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മൈനസ് പി ക്യൂ വൈ പ്ലസ് പി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2z ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് പി ക്യൂ എക്സ് ആണ് പ്ലസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസെഡ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? 2z ആണ്. അപ്പോൾ പ്ലസ് ക്യൂ ഇൻറ്റു 2z സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തു. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഈ ഡിനോമിനേറ്ററിൽ ക്യൂ കോമൺ ആണ്, ഇവിടെ ആണെങ്കിൽ പി കോമൺ ആണ്. പി ഇവിടുന്ന് ഞാൻ പി കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ഒരു ക്യൂ വൈ വരും. ഇവിടുന്ന് ക്യൂ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ഒരു പി എക്സ് വരും. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കുറേ നാളുകൊണ്ട് പ്രോബ്ലം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങളിതിപ്പോൾ ഇങ്ങനെ കുറേ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒരു ടു പി ക്യൂ എക്സ് വൈ എഴുതാൻ വിട്ടുപോയില്ല. അപ്പോൾ അതുകൊണ്ടൊന്നുകൂടി എടുത്ത് എഴുതുവാണ്. അപ്പോൾ ഒന്നുകൂടി എടുത്ത് എഴുതുമ്പം ഞാനിവിടെ ഡി എക്സ് ബൈ ഞാൻ എക്സിനെ മുകളിലേക്ക് എടുക്കും. എനിക്ക് എന്തായാലും വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകില്ലേ? അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് എന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കും. അങ്ങനെയല്ല, ഞാനിപ്പോൾ ഇതിങ്ങനെ എടുക്കാം. എന്തിനാണ് ലാസ്റ്റ് ചെയ്ത് വരും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡി എക്സ് ബൈ ബാക്കി എന്താ ഉള്ളത്? ക്യൂ വൈ. ഇപ്പോൾ മനസ്സിലായി. ഞാനിവിടെ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്ന് പി കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ നിന്ന് പി കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ഒരു മൈനസ് ക്യൂ വൈ വരും. അപ്പോൾ അത് എവിടെയെങ്കിലും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ എന്തായിരിക്കും മുകളിലോട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്? വൈനെ മുകളിലേക്ക് എടുക്കുന്നു. ഡി വൈ ബൈ വൈനെ മുകളിലേക്ക് എടുക്കുമ്പം താഴെ എന്ത് വരും? ബാക്കി ഇനി പി എക്സ് എന്ന് ബാക്കി വരും. ഇസ് ഈക്വൽ ടു ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഡി ഇസെഡ് ബൈ 2p ക്യൂ എക്സ് വൈ. ഇസെഡ് ഉണ്ടായിരുന്നെങ്കിൽ മുകളിലേക്ക് എടുത്തേനെ, അവിടെ ഇസെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇസ് ഈക്വൽ ടു ഇവിടുന്ന് ഞാൻ എന്തെടുക്കുവാണ്? ഡി പി ബൈ പി എന്നാവാനായിട്ട് ഡി പി ബൈ പി മുകളിലേക്ക് എടുത്തു. ബാക്കിയുള്ളത് മൈനസ് പി അല്ലല്ലോ, മൈനസ് ക്യൂ വൈ പ്ലസ് പി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 2z ഇസ് ഈക്വൽ ടു അതുപോലെ താഴത്തെ ടേമിന് ക്യൂ ഉണ്ട്. ആ ക്യൂവിനെ തിരിച്ച് നമ്മൾ മുകളിലേക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് റെസിപ്രോക്കൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരണേ? ഡി ക്യൂ ബൈ ക്യൂ ബൈ ഇവിടെ നിന്ന് എന്തോരം ക്യൂ പോയി കഴിയുമ്പോൾ ബാക്കി മൈനസ് പി എക്സ് പ്ലസ് ക്യൂ മുകളിൽ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 2z. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഗ്രൂപ്പ് ചെയ്ത് എനിക്ക് പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് ആൻസർ എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുന്നത്. ഈ പ്രോബ്ലം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഞാൻ ഈ രണ്ട് പേരെയും കൂടെ നോക്കിക്കോളെ, ഞാൻ ബാക്കി പറയുവാണേ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി എഴുതി, പക്ഷേ ഞാൻ റെക്കോർഡ് ഓണാക്കാൻ മറന്നു, അതുകൊണ്ടാണ് വീണ്ടും എഴുതേണ്ടി വരുവാണ്. ഡി എക്സ് ബൈ എക്സ് ബൈ ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നോക്കി ഈ രണ്ട് പേരെയും ഞാനൊന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യണതെന്ന് പറയുമ്പോൾ ഇത് കാണാമല്ലോ. ഡി വൈ ബൈ വൈ ഈ ന്യൂമറേറ്ററും തമ്മിൽ മൈനസ് ചെയ്യുക. ഡി വൈ ബൈ വൈ മൈനസ് ഡി എക്സ് ബൈ എക്സ്. അപ്പം ഞാനിവിടെ എഴുതാം ഡി വൈ ബൈ വൈ മൈനസ് ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ ഡിനോമിനേറ്റർ എങ്ങനെ വരും? എൻ്റെ ഡിനോമിനേറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നത് p
പി എക്സ് ആണ്, ഇവിടെ ക്യൂ വൈ ആണ്. അപ്പോൾ പി എക്സ് മൈനസ് ക്യൂ വൈ എന്ന് വരും. സോ പി എക്സ് മൈനസ് ക്യൂ വൈ ഇസ് ഈക്വൽ ടു, നമ്മൾ ലഗ്രാഞ്ചസിനകത്ത് ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തായിരുന്നു, രണ്ടുപേരെ തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഈക്വൽ ടു വേറെ രണ്ടുപേരെ തമ്മിൽ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അടുത്ത് ഞാൻ നോക്കി, എനിക്ക് ഇവിടെ വന്നത് ഇപ്പം പി എക്സ് മൈനസ് ക്യൂ വൈ ആണ്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പി എക്സ് ഇവിടെ ഉണ്ട്, മൈനസ് പി എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് ക്യൂ വൈ ഉണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യം പി എക്സ് മൈനസ് ക്യൂ വൈ എന്നുള്ള രീതിയിൽ വരണം. പി എക്സ് പോസിറ്റീവ് ആവണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആവണമെങ്കിൽ മൈനസ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഡി പി ബൈ പി മൈനസ് ഡി ക്യൂ ബൈ ക്യൂ ചെയ്യുവാണ്. അപ്പോൾ അടുത്ത് ഡി പി ബൈ പി മൈനസ് ഡി ക്യൂ ബൈ ക്യൂ ദ ഹോൾ ബൈ, എൻ്റെ ഡിനോമിനേറ്റർ എന്തൊക്കെയാണുള്ളത്, മൈനസ് ക്യൂ വൈ പ്ലസ് 2z, അത് ആദ്യം എഴുതി, മൈനസ് ക്യൂ വൈ പ്ലസ് 2z മൈനസ് ഓഫ്, അടുത്ത് നോക്കിക്കേ ഈ ടേം എടുത്ത് എഴുതുമ്പോൾ മൈനസ് പി എക്സ് പ്ലസ് 2z. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, ആദ്യത്തെ രണ്ടുപേരെയും മൈനസ് ചെയ്തു. അത് ഡി എക്സ് ബൈ എക്സ് മൈനസ് ഡി വൈ ബൈ വൈ അല്ല ഞാൻ ചെയ്ത്, ഡി വൈ ബൈ വൈ മൈനസ് ഡി എക്സ് ബൈ എക്സ്, കാരണം എനിക്ക് പി എക്സ് മൈനസ് ക്യൂ വൈ എന്നുള്ള ഫോമിൽ വരാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്ത്. അവിടെ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇവിടെ ഡി പി ബൈ പി മൈനസ് ഡി ക്യൂ ബൈ ക്യൂ എന്ന് ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ പി മൈനസ് ഡി ക്യൂ ബൈ ക്യൂ ദ ഹോൾ ബൈ, ഇവിടെ നോക്കിക്കേ ഈ 2z മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഒരു 2z നമ്മൾ കട്ടായി പോകും. ബാക്കി ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ അത് എന്ത് വരും, പി എക്സ് എന്ന് വരും. ഈ ക്യൂ വൈനെ ഞാൻ രണ്ടാമത് എഴുതി, മൈനസ് ക്യൂ വൈ. ഇപ്പോഴത്തെ സൈഡ് എന്ത് തന്നെയാണ്, ഡി വൈ ബൈ വൈ മൈനസ് ഡി എക്സ് ബൈ എക്സ് ദ ഹോൾ ബൈ പി എക്സ് മൈനസ് ക്യൂ വൈ എന്ന് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഡിനോമിനേറ്റർ രണ്ടും ഒന്നുപോലെ. അപ്പോൾ രണ്ട് സൈഡിൽ ആ ഡിനോമിനേറ്റർ പി എക്സ് മൈനസ് ക്യൂ വൈ എന്നുള്ളത് രണ്ട് സൈഡിൽ നിന്ന് കട്ടായി പോകും. ബാക്കി ഇനി എന്താ ഉള്ളത്, ഡി വൈ ബൈ വൈ മൈനസ് ഡി എക്സ് ബൈ എക്സ് is equal to dp by p minus dq by q. ഇപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എന്താ, ഇതിപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി അല്ലേ. നമുക്കിതിനെ പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ മോട്ടിവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് തമ്മിൽ എന്തെങ്കിലും ഗ്രൂപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യണം, പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞ് രണ്ട് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം. ആ ഇക്വേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ മോട്ടിവേഷൻ മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതിനെ പി ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ എൻ്റെ പിയും ക്യൂ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പീനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ക്യൂവിനെ മറ്റു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡി പി ബൈ പീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. മൈനസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൂടെയാണ് ചിന്തിക്കുന്നത്. ഡി പി ബൈ പീനെ നമ്മൾ അല്ലെങ്കിൽ മൈനസ് ഡി എക്സ് ബൈ ഡി എക്സിന് അപ്പുറത്തേക്കും ഡി ക്യൂ ബൈ ക്യൂവിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവരിക. അപ്പോൾ ഇതെങ്ങനെ വരും, അടുത്ത സ്റ്റെപ്പിൽ ഡി പി ബൈ പി ഈ മൈനസ് ഡി എക്സ് ബൈ ഡി എക്സ് കൂടെ ഇപ്പുറത്തേക്ക് വരുമ്പം പ്ലസ് ഡി എക്സ് ബൈ എക്സ് is equal to, അതേപോലെ ഇവിടെ ഡി വൈ ബൈ വൈ ഉണ്ട്, മൈനസ് ഡി ക്യൂ ബൈ ക്യൂവിനെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഞാൻ ആദ്യം ഡി ക്യൂ ബൈ ക്യൂ എഴുതി പ്ലസ് ഡി വൈ ബൈ വൈ. ഈ മൈനസ് വരാത്ത രീതിയിൽ ഞാൻ ഈ മൈനസ് ഡി എക്സ് ബൈ എക്സിന് അപ്പുറത്തേക്കും ഇവിടുത്തെ മൈനസ് ഡി ക്യൂ ബൈ ക്യൂവിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്ന് എഴുതി. ഇനിയിപ്പോൾ ഇതെല്ലാം വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് നിൽക്കുന്നത് ഞാൻ. സോ രണ്ട് സൈഡ് അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഡി പി ബൈ പി എന്ന് പറയുമ്പോൾ എന്തുവാണ്, ലോഗ് പി പ്ലസ് ഡി എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോഗ് എക്സ് is equal to ടി ക്യൂ ബൈ ക്യൂ എന്ന് പറയുമ്പം ലോഗ് ക്യൂ പ്ലസ് ഡി വൈ ബൈ വൈ എന്ന് പറയുമ്പം ലോഗ് വൈ. ഓക്കെ, ഇനി കോൺസ്റ്റൻറ്റ് വേണമല്ലോ, ആ കോൺസ്റ്റൻറ്റിന് ഞാൻ ലോഗ് എ എന്ന് പേരിടുകയാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്തുവാണ്, ലോഗ് എ പ്ലസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ബി ആണ്. അത് നമുക്ക് അറിയുന്ന ഫോമുലയാണ്. അപ്പോൾ അത് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ട് ലോഗ് പി പ്ലസ് ലോഗ് എക്സിന് എന്ത് എഴുതുവാണ്, ലോഗ് പി എക്സ് is equal to log, ഇവിടെ log q ഇൻറ്റു ലോഗ് വൈ ഇൻറ്റു ലോഗ് എ, ലോഗ് ക്യൂ പ്ലസ് ലോഗ് വൈ പ്ലസ് ലോഗ് എ. അപ്പോൾ എന്ത് എഴുതാം, ലോഗ് ഓഫ് ക്യൂ വൈ എ. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ഇവിടുത്തെ ലോഗ് പോകാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമുക്ക് രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുത്താൽ മതി അല്ലേ. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഇ റേസ് ടു ലോഗ് പി എക്സ് രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ ഇട്ടു. ഒരിക്കൽ കൂടെ എഴുതാൻ പഠിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ താഴെ ഇ റേസ് ടു ഇട്ടതാണ്. അപ്പോൾ ഇ റേസ് ടു ലോഗ് എക്സ് എന്താ കുഞ്ഞുങ്ങളെ, ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു ലോഗ് പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും, പി എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ വൈ എ ഓർ പി ഈക്വൽ ടു ക്യൂ വൈ എ ബൈ എക്സ്. എൻ്റെ ആവശ്യം എത്തി. കാരണം എനിക്ക് എന്താ ആവശ്യം, പി ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് എയിൽ വരണം. ഇവിടെ എക്സ് വൈ ഇസഡ് ഇല്ലാന്നുണ്ടെങ്കിലും എക്സും വൈയും അല്ല സോറി ക്യൂവും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ ആൻസറിലോട്ട് എത്തിയിട്ടില്ല. നമുക്ക് ഇനി വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിയും ക്യൂവും ഫൈൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നിർത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് കിട്ടിയതിനെ മാറ്റി നിർത്തുവാണേ. നേരത്തെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു,
ഇനി നമുക്കിതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഗിവൺ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇസെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യു എക്സ് വൈ. ഇതിൽ കൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യു എക്സ് വൈ. ഇപ്പം നമുക്ക് പി എന്നതാണ് കിട്ടിയത്? പി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് എന്തുവാണ്? പി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടിയത് ക്യു വൈ എ ബൈ എക്സ്. ഓക്കെ, പി ഇസ് ഈക്വൽ ടു ക്യു വൈ എ ബൈ എക്സ് ഇൻറ്റു ക്യു ഇൻറ്റു എക്സ് വൈ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കട്ടായി പോവും? എക്സും കട്ടായി പോവും. ബാക്കി ഇനി എന്താ ഉള്ളത്? ദിസ് ഇസ് ഈക്വൽ ടു ഇസെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യു സ്ക്വയർ വൈ സ്ക്വയർ എ. അപ്പം ഈ ഇസെഡ് സ്ക്വയറിനെ എനിക്ക് ഇസെഡ് ഈക്വൽ ടു എന്ന് ആക്കിയാൽ എന്താവും? ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ വൈ സ്ക്വയർ എ എന്ന് പറയുമ്പോൾ ക്യൂ ഇൻറ്റു വൈ ഇൻറ്റു റൂട്ട് എ. എൻ്റെ കുഞ്ഞുങ്ങളെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ്. അപ്പോൾ അവിടെ റൂട്ട് എന്ന് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? റൂട്ട് എന്ന് ഇട്ടാൽ എ എന്ന് ഇട്ടാൽ അത് എന്ത് തന്നെയാണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇസെഡ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി? ക്യൂ വൈ എ എന്ന് എഴുതി. എന്തുകൊണ്ടാണ് റൂട്ട് എന് എ ആയത്? റൂട്ട് എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ കോൺസ്റ്റൻ്റ് എന്നുള്ളതിനാണ് എ എന്നുള്ള പേര് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റൂട്ട് ഇട്ടാലും ഇല്ലെങ്കിലും എ എന്ത് വേണം? അതൊരു കോൺസ്റ്റൻ്റ് തന്നെ. അപ്പോൾ ക്യൂ വൈ എ എന്നല്ലെങ്കിൽ ഇനി മാറ്റണമെങ്കിൽ ബി എന്നോ എന്തെങ്കിലും കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്താ ആവശ്യം? ഇസെഡ് ഈക്വൽ ടു നല്ല ആവശ്യം. നമ്മുടെ ആവശ്യം തന്നെ പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു. ഇപ്പോൾ ക്യൂ ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് ആക്കാൻ പറ്റും അല്ലേ? ക്യൂ ഈക്വൽ ടു ഇസെഡ് ബൈ വൈ എ. കറക്റ്റ് ആയില്ലേ? ക്യൂ ഇസ് ഈക്വൽ ടു ഇസെഡ് ബൈ വൈ എ. നമ്മുടെ ആളെ കിട്ടി. നമ്മളതിനെ ബോക്സിനകത്ത് ഇട്ട് വെച്ചു. ഇയാളെ നമുക്ക് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഇനി നമുക്ക് എന്തുകൂടെ വേണം? പി ഫൈൻഡ് ചെയ്യണം. അപ്പോൾ പിയും ഇതും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. പി ഇസ് ഈക്വൽ ടു ക്യൂ വൈ എ ബൈ എക്സ് ആണ് ഇക്വേഷൻ 2 അനുസരിച്ച് അല്ലേ? അപ്പോൾ ആ ക്യൂവിനകത്ത് ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ക്യൂവിനകത്ത് ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? ഇസെഡ് ബൈ വൈ എ ഇൻറ്റു വൈ എ ബൈ എക്സ്. വൈ എ ക്യാൻസലായി പോയി. സോ പി ഇസ് ഈക്വൽ ടു എന്തുവാ വരുന്നത്? പി ഇസ് ഈക്വൽ ടു ഇസെഡ് ബൈ എക്സ്. ഓക്കെ, പി ഇസ് ഈക്വൽ ടു ഇസെഡ് ബൈ എക്സ് എന്ന് വരുന്നു. അപ്പോൾ ഇത് നമുക്കിവിടെ റൂട്ട് എ ക്യാൻസലായി പോകുന്നുണ്ട്. റൂട്ട് എ എങ്ങനെ തന്നെ ഇട്ടേക്കാം? ബൈ റൂട്ട് എ എന്നായിക്കോട്ടെ. അപ്പം വൈ റൂട്ട് എ ഇസെഡ് ബൈ റൂട്ട് എ. അപ്പോൾ റൂട്ട് എയും എയും ക്യാൻസലായി പോകുമ്പോൾ ഇവിടെ എന്ത് വരും? നമുക്കൊരു റൂട്ട് എ ബാക്കി വരും. അപ്പോൾ ഇസെഡ് റൂട്ട് എ ബൈ എക്സ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് പോവുകയാണ്, അല്ലെങ്കിൽ കട്ടായി പോകും. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻ ടേംസ് ഓഫ് എന്തിലൊക്കെ കിട്ടി? എക്സിലും ഇസെഡിലും എയിലും കിട്ടി. അപ്പം നോക്കിക്കേ, നമ്മുടെ ആവശ്യം എന്തുവായിരുന്നു? പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് കൊണ്ടെത്തിക്കണമായിരുന്നു. നമ്മൾ പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊണ്ടെത്തിച്ചു. ഇനി ഇതിനെവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്നതാണ്, പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് ഫൈൻഡ് ചെയ്താൽ എടുത്ത് ഡി ഇസെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോകണം. അപ്പോൾ അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആയിക്കോട്ടെ, ഡി ഇസെഡ് ഇസ് ഈക്വൽ ടു എന്തുവാണ്? ഡി ഇസെഡ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ദറ്റ് ഈസ് ഈക്വൽ ടു പി എന്തുവാണ്? ഇസെഡ് റൂട്ട് എ ബൈ എക്സ്. ഇസെഡ് റൂട്ട് എ ബൈ എക്സ് ഡി എക്സ് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ക്യൂ എന്ന് പറയുന്നത് ഇസെഡ് ബൈ വൈ റൂട്ട് എ. ഇസെഡ് ബൈ വൈ റൂട്ട് എ ഡി വൈ. ഓക്കെ, അപ്പം ഡി ഇസെഡ് ഇസ് ഈക്വൽ ടു എന്നാണ് നടക്കുന്നത്. നമുക്കിതിന് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്തുവാണ്? ഇവിടെ രണ്ടിടത്തും നമുക്ക് എക്സിൻ്റെ ടേമിലെടുത്ത് എക്സ് മാത്രമേ ഉള്ളൂ, ഒയിലെ ടേമിലെടുത്ത് ഒയ് മാത്രമേ ഉള്ളൂ. ബട്ട് ഒരു ഇസെഡ് എക്സ്ട്രാ നിൽപ്പുണ്ട്. ആ ഇസെഡിനെ അങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ ഇസെഡ് ഇൻറ്റു റൂട്ട് എ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എ ഇൻറ്റു ഡി വൈ ബൈ വൈ. ഇസെഡ് ഇങ്ങ് താഴേക്ക് കൊണ്ടുവന്നാലോ? ഡി ഇസെഡ് ബൈ ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എ ഇൻറ്റു ഡി വൈ ബൈ വൈ. നോക്കി കുഞ്ഞുങ്ങളെ, ഇനി ഞാൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. കാരണം ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? ഡി ഇസെഡ് ബൈ ഇസെഡ് എന്ന് പറഞ്ഞാൽ ലോഗ് ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എ ഇൻറ്റു ലോഗ് വൈ പ്ലസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ലോഗ് ബി ആണ് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇട്ടത്. ഇനി നമ്മൾ കോൺസ്റ്റൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്കൊരു സൈഡിലേക്ക് കൊണ്ടുപോകണ്ടേ? ഒരു സൈഡിലേക്ക് ഈ ലോഗ് ഇല്ലാണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ലോഗ് ഇസെഡ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ലോഗ് എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞാൽ എ ലോഗ് എക്സ് ആണ്. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുവാണ്? എ ലോഗ് എക്സ് എന്നുള്ള ഫോമിലാണ് റൂട്ട് എ ലോഗ് എക്സ്. അപ്പോൾ അതിനടുത്ത് എന്താവും? ലോഗ് എക്സ് റൈസ് ടു റൂട്ട് എ പ്ലസ് 1 ബൈ റൂട്ട് എ ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് വൈ റൈസ് ടു 1 ബൈ റൂട്ട് എ. 1 ബൈ റൂട്ട് എ വേണമെങ്കിൽ നമുക്ക് എ റൈസ് ടു -1/2 എന്ന് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട, 1 ബൈ റൂട്ട് എ. ഓക്കെ, പ്ലസ് ലോഗ് ബി. ഇനി നമ്മൾ ഈ വേരിയബിളിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ ലോഗ് ഇസെഡ് മൈനസ് ലോഗ് എക്സ് റൈസ് ടു റൂട്ട് എ മൈനസ്
log y raised to 1 by root a is equal to log b. നോക്കിക്കേ, log a മൈനസ് log b is equal to എന്തുവാണ്? log a by b ആണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ log a മൈനസ് log b മൈനസ് log c മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഇതെന്താ വരേണ്ടത്? log of z by x raised to root a into y raised to 1 by root a is equal to log b. ഈ ലോഗ് പോകാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും ഒരു എക്സ്പോണൻഷ്യൽ ഇട്ടാൽ മതി. കാരണം എന്താ? ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇ റൈസ് ടു ഇട്ടപ്പോൾ രണ്ടിൻ്റെ എന്ത് പോയി? ലോഗ് പോയി കഴിഞ്ഞു. ബാക്കി എന്താണ്? ഇസെഡ് ബൈ എക്സ് റൈസ് ടു റൂട്ട് എ ഇൻറ്റു വൈ റൈസ് ടു 1 ബൈ റൂട്ട് എ ഇസ് ഈക്വൽ ടു ബി. ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇസെഡ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് റൈസ് ടു റൂട്ട് എ ഇൻറ്റു y raised to 1 by root a. നിങ്ങൾ ചിലപ്പോൾ ടെസ്റ്റിനകത്ത് ഇസെഡ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് റൈസ് ടു എ ഇൻറ്റു വൈ റൈസ് ടു 1 by a എന്ന് കാണും. കുഴപ്പമില്ലാതെ അങ്ങനെ ടെസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ടെസ്റ്റിൽ ഈ പ്രോബ്ലം ചെയ്തപ്പം ഞാൻ നേരത്തെ എ എന്ന് പറഞ്ഞ് കോൺസ്റ്റൻ്റ് എഴുതിയെടുത്ത് അവർക്ക് ഇങ്ങനെ റൂട്ട് വരും എന്നുള്ളതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആദ്യമേ അവർ എ സ്ക്വയർ ഇട്ടത് മനസ്സിലാത്തവരൊന്നും ചിന്തിക്കേണ്ട. ഇങ്ങനെ നമ്മൾ ആ കറക്റ്റായിട്ട് എഴുതി ആൻസറിലോട്ട് എത്തി. അപ്പം ഈ ലാസ്റ്റ് ആൻസർ വരെ എത്തുന്നത് കുറച്ച് എന്തുവാണ് ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പക്ഷേ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ച് എഴുതിയാൽ നമുക്ക് പകുതി മാർക്കെങ്കിലും ഉറപ്പായിട്ട് വാങ്ങാം. സബ്സിഡറി ഇക്വേഷൻ എഴുതി പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഈ പാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ആ പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് നമ്മുടെ കൺവെൻറ്റിലൂടെ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചാപ്റ്റേഴ്സ് മെത്തേഡിന്റെ പ്രോബ്ലം ഞാൻ ഇവിടെ നിർത്തുവാണ്. നമ്മൾ മൊത്തം എക്സാമ്പിളിനും എക്സസൈസും മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു 4 മാർക്ക് നമുക്ക് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒന്നും അറിയില്ലെങ്കിൽ പോലും ആ ഫോമിൽ എഴുതി അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്കൊരു 4 മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ടോപ്പിക്കാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിനകത്ത് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ടോപ്പിക്കാണ്. അതുപോലെ അടുത്ത് വന്നത് സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വന്നു. അടുത്ത് നമ്മൾ പഠിച്ച ലഗ്രാഞ്ചസ് മെത്തേഡാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റേഴ്സ് മെത്തേഡാണ്. ഇനി ഒരു മെത്തേഡ് ഇവിടെ ബാക്കിയുള്ളൂ. നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ 2 ഉണ്ടാവും, എസ് എ ക്വസ്റ്റ്യൻ 3 ഉണ്ടാവും. അതിന് 2 എഴുതേണ്ടി വരും. അപ്പം മൊത്തം നമുക്ക് ഈ 5 ടോപ്പിക് ഉണ്ട്. 5 ടോപ്പിക്കിനകത്തു നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇതിൽ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ലഗ്രാഞ്ചസ് ഒക്കെ ഞാൻ ഇത്രയും പ്രോബ്ലംസ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. ലഗ്രാഞ്ചസ് നമുക്ക് ഫുൾ പ്രോബ്ലം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 മാർക്ക് ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് ഈ ലഗ്രാഞ്ചസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാ പ്രോബ്ലംസും മാക്സിമം ചെയ്ത് നോക്കുക. അതാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്.